ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ കേസിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. ഫെബ്രുവരി 10-ന് നേരിട്ടെത്തണം. സംഭവത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ ചീഫ് സെക്രട്ടറിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം 19 പേർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. വഞ്ചിയൂരിലെ CPIM സമ്മേളനം, സെക്രട്ടേറിയറ്റിനു മുന്നിലെ ജോയിന്റ് കൗൺസിൽ ധർണ, ബാലരാമപുരത്തെ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി, കൊച്ചി കോർപ്പറേഷന് മുന്നിലെ കോൺഗ്രസ് ധർണ എന്നിവയുമായി ബന്ധപ്പെട്ട് മരട് സ്വദേശി N പ്രകാശ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടി. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് എന്നിവർക്കും നോട്ടീസുണ്ട്. എന്നാൽ ഇരുവരെയും നേരിൽ ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. ഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെടുത്തിയുള്ള യോഗങ്ങളെ ലാഘവത്തോടെ കാണാനാകില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹർജിക്കാരന്റെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും വാദം കേട്ട കോടതി പ്രഥമ ദൃഷ്ട്യാ കോടതിയലക്ഷ്യം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി. വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചു. തുടർന്നാണ് CPIM നേതാക്കളായ MV ഗോവിന്ദൻ, M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയ്, VK പ്രശാന്ത്, CPI നേതാക്കളായ ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ, ജയചന്ദ്രൻ കല്ലിങ്കൽ, കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഷിയാസ്, TJ വിനോദ്, ഡൊമിനിക് പ്രസന്റേഷൻ, പോലീസ് ഉദ്യോഗസ്ഥരായ G സ്പർജൻ കുമാർ, പുട്ട വിമലാദിത്യ, കിരൺ നാരായണൻ, D ഗിരിലാൽ, അനീഷ് ജോയ്, പ്രജേഷ് ശശി എന്നിവരോട് നേരിട്ടെത്താൻ കോടതി നിർദ്ദേശിച്ചത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.